അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇടിയപ്പമാണ്, ഗോതമ്പിൻ്റെ ഇടിയപ്പം. നമ്മൾ സാധാരണ എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടില്ലേ, അപ്പം ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ആ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ നിന്ന് കുഴച്ചെടുക്കാം. ആദ്യം നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം തന്നെ ആയിരിക്കണം. ആ തിളയോട് കൂടി തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഒരു സ്പാച്ചിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം പൊടിയും വെള്ളമൊക്കെ കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്ക് മാവ് തിരുമ്മി എടുക്കില്ലേ, അതുപോലെ നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് ചപ്പാത്തി മാവിനെക്കാളും ഒരല്പം ലൂസാക്കി ഇടിയപ്പത്തിന് നമ്മൾ മാവ് തിരുമ്മി എടുക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അതായത് ചപ്പാത്തി മാവിൻ്റെ അത്രയും ടൈറ്റ്നസ് വേണ്ടതാനും എന്നാൽ ഒരുപാട് ലൂസാകാനും പാടില്ല. ഇതുപോലെ കറക്റ്റ് പാകത്തിന് തിരുമ്മിയെടുക്കുക. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമ്മുടെ മാവ് കറക്റ്റ് റെഡിയാക്കിയതിന് ശേഷം ഒരല്പം, അതായത് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് നമ്മുടെ ഇടിയപ്പത്തിന് ഉണ്ടാവും. സോഫ്റ്റ്നെസ് ഉണ്ടാവും, ഒരു ടേസ്റ്റും, ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ മാവ് തിരുമ്മിയെടുത്ത് റെഡിയാക്കി വെക്കുക. ഇനി നമ്മളെല്ലാം ആസച്ച് എങ്ങനെയാണോ അരി ഇടിയപ്പം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ്. അതായത് നമ്മുടെ സേവനാഴി എടുക്കുക, അതിനകത്തേക്ക് ഒന്ന് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് വെച്ചൊന്ന് ഗ്രീസ് ചെയ്യുക. കാര്യം ഇത് ഗോതമ്പായതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം മാവ് നിറച്ച് കൊടുക്കുക. ഇനി ഇഡ്ഡലി തട്ടെടുക്കുക, പിന്നെ അതിനകത്തേക്ക് ഗ്രീസ് ചെയ്യുക. കുറച്ച് തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞൊഴിക്കാം. പണി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ അരി ഇടിയപ്പം ഉണ്ടാക്കണ പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആകെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, വെള്ളം ചേർക്കുമ്പോൾ മാവിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ലൂസായി പോവാതെ ശ്രദ്ധിക്കാം. ഇൻ കേസ് നമ്മൾ വെള്ളം കുറച്ച് കൂടിപ്പോയി, ഇച്ചിരി ലൂസായി പോയാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് പഴയ പാകത്തിനാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഒരിക്കൽ ചെയ്ത് പാളിപ്പോയതാണ്. ഇതുപോലെ ലൂസായിപ്പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരിപ്പൊടി ചേർത്തപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടി. അതാണ് നിങ്ങളുമായിട്ട് ഒരു ടിപ്പ് ഷെയർ ചെയ്തത്. അപ്പോൾ ഇച്ചിരി ലൂസായി പോയാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. 2 സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് അത് കറക്റ്റ് പാകത്തിനാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയും ഹെൽത്തി ആയിട്ട് സാധനമല്ലേ. നമ്മൾ സാധാരണ എപ്പോഴും ഗോതമ്പ് വെച്ചിട്ട് ദോശയും പുട്ടും ഒക്കെ അല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഒന്ന് ഇടിയപ്പം ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ പേജസൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യുക. അവിടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.